ഇതൊരു മെഷീനറി ഐറ്റമാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇതിൻ്റെ ഒരു ദൗത്യത്തിലായിരുന്നു. നമ്മൾ ഒരു ഏറ്റെടുത്ത ഒരു ജോലി പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം. അപ്പോൾ ആ ദൗത്യം നമ്മളിവിടെ നിർവഹിച്ചു. നമ്മൾ വരച്ചിട്ട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുക എന്നുള്ള ദൗത്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. മെഷീനുണ്ട്. ഇതൊരു മെഷീനറി ആയിട്ടാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ചുരണ്ടിയിട്ട് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ചുരണ്ടിയിട്ട് പെയിൻ്റ് അടിക്കാനുള്ള പദ്ധതി. അപ്പോൾ കാര്യം നമുക്ക് ഇതും കൂടി ശരിയാക്കേണ്ടതുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇത് തുരുമ്പെടുത്തിരിക്കുകയാണ്. ഈ ഭാഗം മൊത്തം നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് നമുക്ക് വരതി കളഞ്ഞിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് പുത്തനാക്കണം. അപ്പോൾ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഇതിൻ്റെ അകം നോക്കാം. ഇതിൻ്റെ അകഭാഗമാണിത്. നമ്മൾ ഇന്നലെ ചുരണ്ടി വെച്ച നമ്മളെ തട്ട്. അപ്പോൾ നമ്മൾ ഇന്നത് പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അതിൻ്റെ ഏകദേശം നമ്മൾ എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. ഇവിടെ കാണാം നമ്മുടെ തട്ട്. നമ്മളിത് വെച്ച് ഇന്നലെ എല്ലാം തുടച്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറവശത്തൊക്കെ ഇന്നലെ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അഴുക്കൊക്കെ നമ്മൾ ക്ലീനാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യം മട്ടി പെയിൻ്റ് അടിക്കാം. അതായത് ആദ്യം പ്രൈമർ അടിക്കാം. അതിനുശേഷം നമുക്ക് മറ്റേ പെയിൻ്റ് അടിക്കാം. 2 തട്ടുണ്ട്. ആ പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രൈമർ ഒരു പാത്രത്തിൽ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ടെർപ്പൻ്റ് ഒഴിക്കുകയാണ്. കുറച്ച് മിക്സ് ചെയ്യാനുണ്ട്. ടെർപ്പൻ്റ് ആവശ്യത്തിന് നമ്മൾ എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു സുമാർ ലൂസാക്കണം. അതായത് ആദ്യ കോട്ടിന് നമ്മൾ ആദ്യത്തിന് ആവശ്യത്തിന് ലൂസാക്കണം. എന്നതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു മനസ്സിലാവും ഇത് എത്ര ലൂസുണ്ട് എത്ര കട്ടിയുണ്ട്. അതിനനുസരിച്ച് പിന്നീട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗായ്സ് ഇത് രണ്ടും നമ്മൾ ക്ലിയറാക്കി. ഇത് നമ്മൾ ഇതിനകത്ത് പെയിൻ്റ് അടിച്ച് നമ്മൾ പ്രൈമർ കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് കോട്ട് ഇത് 2 എണ്ണം. ഇനി നമുക്ക് നാളെ ഇതിനകത്ത് പെയിൻറ്റ് കൊടുക്കണം.
അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ കലാപരിപാടി തുടങ്ങാം. നമുക്ക് ഈ മെഷീൻ നമുക്കൊന്ന് പുതുക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ചുരണ്ടലും അതിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി പ്രൈമർ കൊടുത്തിട്ട്, പ്രൈമർ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഏകദേശം ഇത്രയും പണി കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗം കൂടി ഉണ്ട് നമുക്ക് പ്രൈമർ അടിക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻ്റ് अടിക്കാം. दोस्तों देखिए ये मशीन जो है इसमें पूरा गैस की जो है ना प्राइमर एक कोट लगा दिया, प्राइमर मार दिया कोट. अभी उसके बाद में जो है ना थोड़ा और जगह नीचे पैर की जगह पे पहिए पे वो भी ख़त्म करके जो है ना उसको पूरा ब्लू कलर का रंग मार देंगे. ओके. അവകാശം നമ്മൾ ഇതിൽ പ്രൈമർ കൊടുത്തു. പ്രൈമറിൻ്റെ പണി കഴിഞ്ഞു. നമുക്ക് ഇതിൽ നീല പെയിൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നീല പെയിൻറ്റ് കൊടുക്കാം. അതിൻ്റെ പണി നമുക്ക് ആരംഭിക്കാം. അതിന് ശേഷം നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതിനടിക്കാൻ വേണ്ടിയിട്ട് ബർഗർ ലക്സോൾ എന്ന പെയിൻ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്തു. പുതിയ ടിന്നാണ്. അപ്പോൾ കാണാം, ഇത് നമ്മൾ മിക്സ് ചെയ്യണം. ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട്, ഒരു കൊള്ളിയോ കുന്തമോ കുറച്ചൊക്കെ എടുത്തിട്ട് ഇതുമാതിരി നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിച്ചിട്ട് പിന്നീട് നമ്മൾ അതിനകത്ത് ടിന്നറോ അല്ലെങ്കിൽ ടർപ്പൻ്റോ ചേർത്തിട്ട് ലൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ആവറേജ് കണക്കനുസരിച്ച് നമ്മൾ ഇതിലേക്ക് അടിക്കുക. നമുക്ക് കാണാം, നമുക്ക് പെയിൻറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്ററായിട്ടല്ല പറയുന്നത് കേട്ടോ, ഒരു ഉപദേശവും നിർദ്ദേശമല്ല. നമ്മളാൽ അറിയുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നു. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അല്ലാതെ നമ്മൾ വലിയൊരു മാസ്റ്ററായിട്ടല്ല ഇത് ഉപദേശിക്കല്ല ആരെയും. ഓക്കെ. സകലം ഇതിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കളർ. ഏകദേശം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ടിന്നർ ചേർത്തിട്ട് നമുക്ക് ലൂസാക്കിയിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ടിന്നറല്ല നമ്മൾ ഒഴിക്കുന്ന ടർപ്പൻ്റാണ്. ഇത് ഏകദേശമൊക്കെ ടിന്നർ ടർപ്പൻ്റൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ച് നോക്കാം. നമ്മൾ കുറച്ചൊരു സുമാറാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇളക്കി നോക്കാം. അതുപോലെ തന്നെ കയ്യിന് ഇതുപോലത്തെ ഒരു ഗ്ലൗസ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് വലിയ വിലയൊന്നുമില്ല, ചെറിയ തുണിയുടെ ഗ്ലൗസാണ്. അപ്പോൾ കഴി വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. രണ്ട് കൈക്കും കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഫസ്റ്റ് കോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആവറേജ് നമ്മൾ ലൂസാക്കിയിരിക്കണം, ടൈറ്റ് കൊടുക്കരുത്. കാരണം ഈ ഫസ്റ്റ് കോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വലിച്ചെടുക്കും. പിന്നീട് രണ്ടാം കോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടാം കോട്ട് അതിനനുസരിച്ച് പിന്നീട് അതിൻ്റെ കട്ടിയും നോക്കിയിട്ട് ചെയ്താൽ മതി. നമുക്ക് കൊടുക്കുമ്പോൾ മനസ്സിലാവും എത്ര കട്ടിയുണ്ട്. നമുക്ക് ഈ ബ്രസ്സുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം നമ്മൾ അടിക്കുമ്പോൾ ഇത് ബ്രസ്സും ഇതുമായിട്ട് ഒട്ടിപ്പിടിക്കാതിരുന്നാൽ മതി. അപ്പോൾ
നമുക്കങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ അടിച്ച് നോക്കാം, ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. ഇതാണ് ഈ കളറ്. ഇതൊരു മെഷീനറിയാണ്, പഴയ മെഷീനറിയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് കുത്തുകയാണ്. പിന്നെ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും മടിയാണ് വിഷയം. അല്പം അധ്വാനിക്കാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. എല്ലാ കാര്യത്തിൻ്റെയും പുറകിൽ, എല്ലാ വിജയത്തിൻ്റെയും പുറകിൽ ഒരു രഹസ്യമുണ്ട്. അധ്വാനമാണ് അതിൻ്റെ മെയിൻ കാര്യം, അല്ലെങ്കിൽ പ്രോത്സാഹനം. ഈ രണ്ടും നിർബന്ധം, അല്ലെങ്കിൽ അതിലൊന്നും ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ അധ്വാനിക്കാതെ ഒരു കാര്യവും നടക്കില്ല. മുത്ത് എടുക്കണമെങ്കിൽ കടലിൽ ആഴത്തിൽ മുങ്ങണം, എങ്കിൽ മാത്രമേ മുത്ത് കിട്ടുകയുള്ളൂ. മുത്ത് കിട്ടിയാൽ പ്രയോജനമുണ്ട്. അപ്പോൾ അതിന് നല്ല അധ്വാനമുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ കാണുന്നുണ്ട്, ഈ ഒരു ഭാഗം നമുക്ക് അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഒരു കോട്ടും കൂടി കൊടുക്കേണ്ടി വരും. അതിലും നമ്മൾ ഉണങ്ങിയതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ മൂന്നാമത്തെ കോട്ടും കൂടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ കോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കട്ടിയായിട്ട് കൊടുക്കരുത്, വല്ല ലൂസാക്കിയിട്ടേ കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ അടിച്ച് തീർത്തു, ആഡ് ചെയ്തു. ഇനിയും ഒരു കോട്ടും കൂടി അടിക്കേണ്ടതുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് 1-2 കോട്ട് അടിക്കണം. അപ്പോൾ തൽക്കാലം ഇത്രയും ആയിട്ടുണ്ട്. ये यहाँ तक हमने कर दिया. अभी थोड़ा और काम बाकी है, थोड़ा टचअप करना है, कल करेंगे. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു, ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ടച്ചപ്പ് ചെയ്യാനുണ്ട്, അത് നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ തട്ടുണ്ടായിരുന്നു, ഇവിടെ തട്ട് ഇവിടെ നമുക്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിനും കുറച്ചും കൂടി ടച്ചപ്പ് ചെയ്യാനുണ്ട്, അത് നമുക്ക് നാളെ നോക്കാം. കൽ കरेंगे. ബാക്കി അभी टचअप करना थोड़ा बाकी है, बाकी सब काम हो गया.
അപ്പോൾ നമ്മുടെ ദൗത്യം ഇവിടെ പൂർത്തിയായി സുഹൃത്തുക്കളെ. നമ്മൾ റിന്യൂ ചെയ്തൊരു മെഷീനറിയാണ്. ഇന്നത്തോടെ ഇതിൻ്റെ ദൗത്യം നമ്മൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം എല്ലാം നമ്മൾ ചായം കൊടുത്തു പുതുപുത്തനാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ സാധനം ഇടുന്നത്, കൊപ്പര ഇടുന്നത്. താഴെ എണ്ണയായിട്ട് താഴേക്ക് വരും. दोस्तों ये हमारी आज का काम यहाँ पूरा हो चुका है। एक मशीनरी आइटम है, इसे हमने रिन्यू किया, इसे ताज़ा बना दिया। पहले के हाल आप देख सकते हैं और अभी के हाल देख सकते हैं। तो हाथ की सफाई और मेहनत की कमाई, अगर इंसान चाहे तो क्या नहीं बनता, सब कुछ बन सकता है। और मैंने कहा कि 2 दिन पहले कहा था कि इस दुनिया में जो भी है इंसान के अंडर में है। इंसान किसी की गुलाम नहीं है, सब कुछ हमारी गुलाम है। तो हम चाहे तो दिल और दिमाग लगा के क्या बोलते बड़े बड़े पहाड़ भी हम तोड़ सकते हैं, ठीक है। उसकी और मिसाल है ये जो दिख रहा है आपके सामने। इसका पहले का वीडियो की शुरुआत में देखिए, इसकी क्या हालत है, अभी क्या हाल देखिए। ओके, थैंक यू, शुक्रिया, मेहरबानी, എല്ലാവർക്കും നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും എത്തിക്കുക. दवा की शेयर करें, सबको पहुँचाए। खुदा हाफिज़, मिलते हैं फिर कभी ना कभी, कहीं ना कहीं, किसी न किसी मोड पे किसी वीडियो के साथ मिलते हैं। जब तक के लिए आज्ञा चाहता हूँ और इजाज़त चाहूँगा। शब खैर, खुदा हाफिज़. ഇതൊരു മെഷീനറി ഐറ്റമാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇതിൻ്റെ ഒരു ദൗത്യത്തിലായിരുന്നു. നമ്മൾ ഒരു ഏറ്റെടുത്ത ഒരു ജോലി പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം. അപ്പോൾ ആ ദൗത്യം നമ്മളിവിടെ നിർവഹിച്ചു. ഇതിൻ്റെ ലാഭമോ നഷ്ടമോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ ഒരാൾ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ലാഭമായാലും നഷ്ടമായാലും അത് പടിപടിയായിട്ട് നമ്മളതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്കുള്ള ഏക ആശ്വാസം. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇവിടെ നടക്കാത്ത ഒരു കാര്യമില്ല. നമ്മൾ മടി കൂടാതെ, മടി കാണിക്കാതെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ നടക്കും. വലിയ വലിയ പാറ പോലെ നമുക്ക് പൊട്ടിക്കാൻ സാധിക്കും എന്ന ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്കരുത്തോടെ നമ്മൾ നീങ്ങിയാൽ നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും. എല്ലാം നമ്മളിൽ അധിഷ്ഠിതമാണ്, നമ്മൾ ഒന്നിലും അധിഷ്ഠിതമല്ല. ഈ രാജ്യത്തുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യൻ്റെ കീഴിലാണ്. ഇവിടെ ഉള്ള എല്ലാ സാധനത്തും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പടച്ചതാണ്. അപ്പം മനുഷ്യൻ ഉപദ്രവമാവുന്ന സാധനങ്ങൾ വെച്ചേക്കരുത്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. പറവകൾക്ക് പറക്കാം, മനുഷ്യന് എല്ലാ കഴിവുണ്ടായിട്ടും മനുഷ്യന് പറക്കാൻ സാധ്യമല്ല. പക്ഷെ മനുഷ്യൻ യന്ത്രം ഉണ്ടാക്കിയിട്ട് അതിൽ കയറി പറക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ കഴിവാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അത്രക്കും കഴിവ് മനുഷ്യനുണ്ട്. പക്ഷേ ഈ കഴിവ് പറവകൾക്കില്ലാത്തതുകൊണ്ട് ദൈവം അവർക്ക് നേരിട്ട് പറക്കാനുള്ള കഴിവ് കൊടുത്തു. അപ്പോൾ അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നതുപോലെ ഇവിടെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ വിചാരിച്ചാൽ. മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ വിക്രയങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ അതും കൊണ്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ബഹുജനം പലവിധം പലതുള്ളി പെരുവെള്ളം എന്നൊരു ചൊല്ല് പറയാറുണ്ട്. അതുപോലെ നമുക്ക് ഓരോ ആളുകളും ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇവിടെ ആരിലും ഒന്നും നിക്ഷിപ്തമല്ല, എല്ലാവരും കൂടിയുള്ള എല്ലാം. അപ്പോൾ നിങ്ങളെക്കാൾ കഴിയുന്ന നിങ്ങൾ ഷെയർ ചെയ്യുക, എന്നാൽ കഴിയുന്നത് ഞാൻ ഷെയർ ചെയ്യുക. അങ്ങനെ പലതുള്ളി പെരുവെള്ളമാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല. എല്ലാവർക്കും കൂടി നന്ദി. ബൈ ബൈ.